ഗാർഹിക പീഡനമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതായി ഭാര്യയിൽ നിന്ന് തന്നെ പരാതി ലഭിച്ചിട്ടുള്ള മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അത് ന്യായീകരിക്കാൻ ജവഹർലാൽ നെഹ്റുവിന്റെയും മാധവിക്കുട്ടിയുടെയും പേരുകൾ ഉദ്ധരിക്കുന്നത് അപഹാസ്യമാണെന്ന് കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്. സ്വന്തം തെറ്റ് മറച്ചുവെക്കാൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ കൂട്ടുപിടിക്കരുത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിക്കും. കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക അഭിമുഖ പരിപാടിയായ ട്രൂ കോളറിൽ സംസാരിക്കുകയായിരുന്നു ദീപ്തി മേരി വർഗീസ്. നെഹ്റുവിനെ നമ്മൾ ഉദാഹരണമായിട്ട് മാതൃകയായിട്ട് വരുന്നത് കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രണയത്തിൽ നിന്നാണ് ഒരു മന്ത്രിയുടെ നാവിൽ നിന്ന് വരുന്നത്. ഗണേഷ് കുമാറിന്റെ തെറ്റ് എന്ന് പറയുന്നത് ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്ന പരാതിയാണ് തെറ്റ്. പ്രണയിക്കുന്നത് തെറ്റല്ല. പക്ഷേ പ്രണയത്തിൻ്റെ പേരിൽ ഭാര്യമാർ പരാതി പറയുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായി എന്ന് പറയുമ്പോഴാണ് അവിടെ തെറ്റ് നമ്മൾ പറയുന്നത്. ആദ്യ ഭാര്യ ഇതേപോലെ തന്നെ ഒരു വലിയ പരാതി ഉന്നയിച്ചു, തെളിവ് സഹിതം അവർ വെളിയിൽ പറഞ്ഞു, മീഡിയാസിന് മുമ്പിൽ പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത് ഭാര്യ പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസാ. മുഖ്യമന്ത്രിയുടെ മകളോട് വരെ പരാതി പറഞ്ഞിട്ട് ഒരു തീരുമാനവുമാകുന്നില്ല, അവരൊന്നും ഇതിൻ്റെ അകത്ത് ഇടപെടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ ഒരു ഭാര്യ നിന്ന് പരാതി പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഭാര്യമാർ നിന്ന് എന്നെ ഡൊമസ്റ്റിക് വയലൻസ് നടത്തി എന്ന് പറഞ്ഞ് പരാതി പറയുകയും കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ആക്ടിവിറ്റീസ് ഇന്നതൊക്കെ ആണെന്ന് അവർ പറയുകയും ചെയ്യുമ്പോൾ അതിന് നെഹ്റുവിനെ കൂട്ടുപിടിക്കേണ്ട. നെഹ്റുവിൻ്റെ ഭാര്യ അത്തരത്തിലുള്ള ഡൊമസ്റ്റിക് വയലൻസിന് കേസൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഗണേഷ് കുമാറിനെ പോലുള്ള ആളുകൾ ഇത്ര വലിയ നേതാക്കന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയുന്നതാണ് നല്ലത്. സ്വന്തമായി ചെയ്ത തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടി സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒന്നും കൂട്ടുപിടിക്കേണ്ട ഗണേഷ് കുമാർ. ഗണേഷ് കുമാറിന് 5000 10,000 പേരെ പ്രണയിച്ചോട്ടെ, പക്ഷേ അത് മറ്റൊരാൾക്ക് പരാതി ഉണ്ടെങ്കിൽ, മറ്റൊരാളെ അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഭാര്യ അതിന് പരാതി പറയുന്നുണ്ടെങ്കിൽ, അതിൽ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടെങ്കിൽ അത് കേസ് വേറെയാണ്. അതിനെ മാധവിക്കുട്ടിയുടെ പ്രണയവും ജവഹർലാൽ നെഹ്റു എഴുതി വെച്ച കാര്യവും വെച്ചിട്ട് താരതമ്യം ചെയ്യേണ്ട ഗണേഷ് കുമാർ. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം മാർച്ച് 12 വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് സംപ്രേഷണം ചെയ്യും.